കാർഷിക വാർത്തകൾ. കനത്ത മഴ തുടരുന്നതിനാൽ റബ്ബർ ടാപ്പിംഗ് മുടങ്ങി. ഏലക്ക ലേലത്തിൽ മികച്ച പ്രതികരണം. കൊച്ചിയിൽ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം തുടരുന്നു. കനത്ത മഴയിൽ മലയോര മേഖലയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും തേയില കൊളുന്തുന്നുള്ള സ്തംഭിച്ചു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്താൽ വരും ദിവസങ്ങളിലും പ്രതിസന്ധി തുടരുമെന്നാണ് ചെറുകിട കർഷകർ പറയുന്നത്. വൻകിട തേയിലത്തോട്ടങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ലേലകേന്ദ്രങ്ങളിൽ ഉയർന്ന ലീഫ് ഇനങ്ങളുടെ വരവ് ശക്തമാണ്. എന്നാൽ ഉൽപാദന മേഖലകളിൽ നിന്നുള്ള പൊടിത്തയില നീക്കം ചുരുങ്ങി. വിവിധ വിദേശ രാജ്യങ്ങളിലും ആഭ്യന്തര വാങ്ങലുകാരും ദക്ഷിണേന്ത്യൻ ലേലകേന്ദ്രങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏലക്ക ലേലത്തിൽ 1,00,000 കിലോയ്ക്കടുത്ത് ചരക്കെത്തി. കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും ഏലക്ക ശേഖരിക്കാൻ ഉത്സാഹിച്ചു. ശരാശരി ഇനം ഏലക്ക കിലോ 2,386 രൂപയിലും മികച്ച ഇനങ്ങൾ 3,013 രൂപയിലും കൈമാറി. മൊത്തം 48,987 കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തിയതിൽ 48,571 കിലോയും വിറ്റൊഴിഞ്ഞു. ഇതിനിടയിൽ തോട്ടം മേഖലയിലെ കാലാവസ്ഥ വിലയിരുത്തിയാൽ ജൂലൈ ആദ്യം പുതിയ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങാം. കൊച്ചിയിൽ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം തുടരുന്നു. ഇന്ന് 300 രൂപ വർദ്ധിച്ച് കിൻഡലിന് 33,200 രൂപയിലെത്തി. അതേസമയം തമിഴ്നാട്ടിൽ പിന്നിട്ട 5 ദിവസമായി വില സ്റ്റഡി നിലവാരത്തിലാണ്. വെളിച്ചെണ്ണ വിലക്കയറ്റത്തിനിടയിൽ എണ്ണയിൽ മായം കലർത്തൽ വ്യാപകമാണെന്ന ആക്ഷേപങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. കേരളത്തിൽ കനത്ത മഴ തുടരുന്നതിനാൽ റബ്ബർ ടാപ്പിംഗ് രംഗം നിശ്ചലമാണ്. കാലാവസ്ഥ തെളിഞ്ഞാൽ തോട്ടം മേഖലയിൽ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനാവും. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 197.50 പൈസയിൽ ഇടപാടുകൾ നടന്നു. ലാറ്റക്സ് കിലോ 135 രൂപയിലും ഒട്ടുപാൽ 131 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളിച്ചെണ്ണ വില ഉയർന്നതോടെ വിപണിയിൽ വ്യാജനം നിറയുന്നു. ഒരു വർഷത്തിനിടെ കിലോയ്ക്ക് 200 രൂപയിലധികം വില വർദ്ധിച്ചതോടെയാണ് വ്യാജ വെളിച്ചെണ്ണകൾ കളം നിറഞ്ഞത്. ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 200 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഇതോടെയാണ് ആരോഗ്യത്തിനു വരെ ഹാനികരമായ വ്യാജ വെളിച്ചെണ്ണകൾ വിപണിയിൽ വ്യാപകമായത്. സാധാരണ വെളിച്ചെണ്ണയേക്കാൾ ലിറ്ററിന് 30 മുതൽ 50 രൂപ വരെ കുറവിലാണ് ഇവ വിൽക്കുന്നത്. സർക്കാർ സംരംഭമായ കേരഫെഡിന്റെ കേര ബ്രാൻഡിന് സമാനമായ പേരും പാക്കിങ്ങുമായി നിരവധി ബ്രാൻഡ് വെളിച്ചെണ്ണകൾ വിപണിയിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന 62 ബ്രാൻഡ് വ്യാജ വെളിച്ചെണ്ണ കേരഫെഡിന്റെ കേരയോട് സാദൃശ്യമുള്ള പേരുകളിലാണ് വിപണിയിലെത്തുന്നത്. വിപണിയിൽ ആകെ വെളിച്ചെണ്ണ വിൽപ്പനയിൽ 40% കേരഫെഡിന്റെ വിഹിതം. കേരയ്ക്ക് സാദൃശ്യമുള്ള പേരുകളിലെ ബ്രാൻഡുകൾ 20% വിപണി കൈയടക്കിയിട്ടുണ്ട്. കേരയാണെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി ഉപഭോക്താക്കൾ സാദൃശ്യമുള്ള ബ്രാൻഡുകൾ വാങ്ങി കബളിപ്പിക്കപ്പെടുന്നുമുണ്ട്. 1 ലിറ്ററിന് പകരം 800 മില്ലിലിറ്ററും 750 മില്ലിലിറ്ററും വിപണിയിലിറക്കുന്ന പ്രവണതകളുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇത്തരം ബ്രാൻഡുകൾക്കാണ് സൂപ്പർ മാർക്കറ്റുകളും കടകളും പ്രാമുഖ്യം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഉൽപാദന ചെലവിനനുസരിച്ച് പാലിന് വില ലഭിക്കാത്തതിനാൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകർ. സംഭരണ വിലയും സർക്കാർ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോവാനാവാത്ത സ്ഥിതിയിലാണ് കർഷകർ. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ നിലവിൽ 65 രൂപയോളമാണ് ചെലവ്. ക്ഷീരസംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് 39 രൂപ മുതൽ 43 രൂപ വരെയാണ്. പിടിച്ചു നിൽക്കാനാകാതെ നിരവധി ക്ഷീര കർഷകരാണ് ഈ മേഖലയിൽ നിന്ന് പിന്മാറിയത്. 2-3 പശുക്കളുള്ളവരാണ് കർഷകരിൽ ഏറെയും. മറ്റ് വരുമാന മാർഗമുള്ളതിനാലാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ചെലവും വരുമാനവും സംബന്ധിച്ച് 2019 മിൽമ ഒടുവിൽ പഠനം നടത്തിയത്. റിപ്പോർട്ട് പ്രകാരം 305 ദിവസം കറവയുള്ള കർഷകർക്ക് 1 ലിറ്ററിന് 48.68 രൂപയാണ് ഉൽപാദന ചെലവ്. ലഭിച്ച വിലയാകട്ടെ 33.68 രൂപയും. 3.56 രൂപയാണ് കർഷകർക്ക് നഷ്ടം. 105 ദിവസം കറവയില്ലാത്ത പശുക്കളെ വളർത്തുന്നവർക്ക് 15.1 രൂപയാണ് നഷ്ടം സംഭവിക്കുന്നത്. സംഭരണ വില വർദ്ധിപ്പിച്ചും കാലിത്തീറ്റ വിലയുൾപ്പെടെ പിടിച്ചു നിർത്തിയും ക്ഷീര കർഷകരെ നിലനിർത്താൻ മിൽമയും സർക്കാരും നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ കാർഷിക മേഖലയുടെ നട്ടെല്ലായിരുന്ന ജാതി കൃഷിയും പ്രതിസന്ധിയിൽ. വേനൽ മഴയും തുടർന്നുള്ള കനത്ത ചൂടും ജാതി കർഷകരെ വൻ പ്രതിസന്ധിയിലാക്കി. ആഭ്യന്തര രാജ്യാന്തര വിപണികളിൽ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ഏലവും കാപ്പിയും കുരുമുളകും കഴിഞ്ഞാൽ കർഷകരുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു ജാതികൃഷി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജാതിമരങ്ങൾ പൂക്കുന്നുണ്ടെങ്കിലും കായ പിടിക്കുന്നില്ല.
ജാതിപത്രിയും കായും മൂപ്പത്ത് മുമ്പേ കൊഴിഞ്ഞു വീഴുകയാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളാണ് സംസ്ഥാനത്ത് ജാതിക്ക ഉൽപാദന സീസൺ. ഇക്കുറി സീസൺ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വില കുറയുന്നതാണ് പ്രവണത. 2 ആഴ്ചയ്ക്കുള്ളിൽ 80 രൂപയുടെ കുറവാണുണ്ടായത്. നല്ല രീതിയിൽ ഉണങ്ങിയ കായ്ക്ക് 2 ആഴ്ച മുമ്പ് 300 രൂപ വരെ വില ലഭിച്ചിരുന്നു. കാലാവസ്ഥയ്ക്കൊപ്പം മികച്ച ആദായം നൽകുന്ന പുതിയ ഇനങ്ങൾ വിപണിയിലെത്തിയതാണ് വിലയിടിവിന് കാരണമായത്. കഴിഞ്ഞ വർഷം 370 രൂപയായിരുന്ന ഉണക്ക് കുറഞ്ഞ കായയുടെ വില 170 രൂപയിലേക്കാണ് കൂപ്പുകുത്തിയത്. ജാതിപത്രിയുടെ വിലയിലും വൻ ഇടിവുണ്ടായി. 2 ആഴ്ച മുമ്പ് 1800 രൂപ മുതൽ 2000 രൂപ വരെ വിലയുണ്ടായിരുന്ന നല്ല നിറമുള്ള പത്രി വില 1300 മുതൽ 1400 രൂപയായി കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്രാൻഡഡ് ചായപ്പൊടി പുറത്തിറക്കി ഇന്ത്യൻ കോഫി ഹൗസ്. കുപ്പിവെള്ള ബ്രാൻഡുകൾ നേരത്തെ ഇന്ത്യൻ കോഫി ഹൗസ് പുറത്തിറക്കിയിരുന്നു. ഇവയുടെ വിജയമാണ് കാപ്പിപ്പൊടിയിലേക്ക് കടക്കാൻ കാരണമായത്. ആദ്യഘട്ടത്തിൽ 65 രൂപ വിലയുള്ള 250 ഗ്രാം പാക്കറ്റുകളിലാണ് ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇവ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. വയനാട്ടിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രിയദർശിനി ടീ എസ്റ്റേറ്റിൽ നിന്ന് ലഭിക്കുന്ന തേയിലയിൽ നിന്നാണ് ചായപ്പൊടി നിർമ്മിക്കുന്നത്. 543 ഏക്കർ വിസ്തൃതിയുള്ള ഈ എസ്റ്റേറ്റിൽ 305 ഏക്കറിലാണ് തേയില കൃഷി ചെയ്യുന്നത്. വാങ്ങാൻ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ഉപഭോക്താക്കൾക്ക് കോഫി ഹൗസിന്റെ റെസ്റ്റോറന്റുകളിൽ ചായ രുചിച്ചു നോക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ്. എല്ലാ ഇന്ത്യൻ കോഫി ഹൗസ് ഔട്ട്ലെറ്റുകളിലും വിളമ്പുന്ന ചായ തയ്യാറാക്കാൻ ഇനി മുതൽ ഈ ചായപ്പൊടിയായിരിക്കും ഉപയോഗിക്കുക. 2ാം ഘട്ടത്തിൽ വ്യത്യസ്ത വലിപ്പത്തിലുള്ള പാക്കറ്റുകൾ പുറത്തിറക്കുന്നതും സൂപ്പർമാർക്കറ്റുകളിൽ ഉൽപ്പന്നം ലഭ്യമാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 197, RSS 5 195, ലാറ്റക്സ് 142, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 880, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 67,900, കുരുമുളക് അൺഗാർബിൾ 65,900, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 33,200, കൊപ്ര 23,100, ചുക്ക് 22,500.